അത്തരം കളർ വേണ്ട അതപ്പുറത്ത് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് വെക്കേഷൻ്റെ വിശേഷങ്ങളാണ്. വെക്കേഷൻ്റെ ഞാനും പിള്ളേരൊക്കെ വീട്ടിൽ പോയേക്കേണ്ട. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇന്നലെ വന്നതാണ്. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ പിന്നെ അധികം അങ്ങനെ വീഡിയോ ചെയ്യാനൊന്നും പറ്റിയില്ല. ഇതിപ്പോൾ രാവിലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളിതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കേണ്ട. അപ്പോൾ നല്ല അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പവും കടലക്കറിയും പിന്നെ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് അപ്പോൾ എല്ലാവരും കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കേണ്ട കടലക്കറിയാണ് ഇത്. നല്ല ടേസ്റ്റുള്ള വറുത്തരച്ച കടലക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ അടുത്തുള്ള മുൻപ് പോയിട്ടുള്ള ആ ഒരു സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ ഞാനിനി വീഡിയോയിൽ കാണിക്കുന്നത് ഞങ്ങൾ മുൻപ് താമസിച്ചിരുന്ന ആ വീട് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ പഴയ വീട്, ആ വീടും അതിൻ്റെ പരിസരവും ഇതൊക്കെ കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി പോകുക. അപ്പോൾ ഞാൻ പിള്ളേരുടെ അടുത്ത് പറയായിരുന്നു, ഇവിടെ എൻ്റെ ബ്രദറിനും 2 പിള്ളേരുണ്ട്, എനിക്ക് 2 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരും വരുമ്പോൾ ഇങ്ങനെ പുറത്ത് ഇങ്ങനെയൊക്കെ കറങ്ങാനൊക്കെ പോകും കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് പറയായിരുന്നു, വേഗം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും, നമുക്ക് കറങ്ങാൻ പോകാമെന്നും പറഞ്ഞ്. അപ്പോൾ അവർ പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഞങ്ങൾ ഇറങ്ങി. ചവിട്ടല്ലേ നീ പാവട്ടെ ആയ വരച്ചതാണ്ടത്. ഇവിടെ ദേ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ഇടയ്ക്ക് കൂടിയായിരുന്നു കേട്ടോ കനാൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിറയെ വെള്ളം മുൻപൊക്കെ വരുമായിരുന്നു. എപ്പോഴും ആഴ്ചയിൽ 3 ദിവസമൊക്കെ വെള്ളം വരുമായിരുന്നു. അപ്പോൾ അതിൽ അകത്തൂടി ഒരു ഓസ് ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ പറമ്പിലേക്ക് നനക്കാനായിട്ട്. അപ്പോൾ എൻ്റെയൊക്കെ ചെറുതിലേ ഇങ്ങനെ ആ ഓസ് ഇങ്ങനെ തുറന്ന് കനാലിൽ വെള്ളം വരുമ്പോൾ പറമ്പിലേക്കൊക്കെ വെള്ളം തിരിച്ചാക്കി. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. തെങ്ങും ഇതൊക്കെ നനക്കും, വാഴയുടെ ചോട്ടിലേക്കൊക്കെ വെള്ളം തിരിച്ചാക്കും. പിന്നെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കപ്പ, പയറൊക്കെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ ഉപയോഗിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ അതാ കാണണ്ടല്ലോ, ആ കാണുന്ന ആ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഇപ്പം ഞങ്ങൾ അപ്പുറ സൈഡിലേക്ക് മാറി കേട്ടോ. ഇപ്പം അതിൻ്റെ തൊട്ട് ബാക്കിലുള്ളതാണ് ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത്. ആ പച്ച കളർ അടിച്ചിരിക്കണ വീടില്ലേ, അവിടെയാണ് കേട്ടോ ഇപ്പം താമസിക്കുന്നത്. മിണ്ടല്ല കേട്ടോ. മുൻപ് നമ്മളിതേ ഈ കല്ലുമ്മയാണ് അലക്കിക്കൊണ്ടിരുന്നത്. ആ മേളില് വാഷിംഗ് മെഷീൻ വെച്ച അവിടെ അല്ല, ഇത് ഫാത്തിമയുടെയൊക്കെ റൂമായിരുന്നു, വല്യാവശ്യയുടെ റൂം അതായിരുന്നു. പിന്നെ അതേ അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ഇവിടെ അതേ സ്റ്റെപ്പുമ്പോൾ വന്നിരിക്കുമായിരുന്നു കേട്ടോ. ഇതായിരുന്നു ഞങ്ങളുടെ പഴയ വീടിൻ്റെ അടുക്കള. അപ്പോൾ വീടിലെ പണിയൊക്കെ കഴിഞ്ഞ് ഇത് ഞങ്ങളുടെ പഴയ വർക്ക് ഏരിയയാണ്. അപ്പോൾ ഇതാണ് കിച്ചൺ, പഴയ കിച്ചണാണ് ഇത്. ഞാൻ ജനലിൻ്റെ ഇടയിൽ കൂടി വീഡിയോ എടുത്ത് കാണിച്ചു തരാം. വേണ്ട, അപ്പോൾ അവിടെ നിന്ന് ഞാൻ എന്തോരം പാത്രമൊക്കെ കഴുകിയേക്കണമെന്നറിയും കേൾക്കണേ. ജനലിവിടെ തുറന്നെടുക്കണ കാരണം ഞാൻ അവിടെ നിന്ന് പിടിച്ചിട്ടാ. ഇതായിരുന്നു ഞങ്ങൾ കുറേ കാലം താമസിച്ച ഞങ്ങളുടെ പഴയ വീട്. ഇപ്പം ഇവിടെ ആരും ഇല്ലാതെ എങ്ങനെ കേൾക്കണം. കിണറാണത്. ഇവിടെയൊക്കെ പുല്ലൊക്കെ വന്ന് അന്ന് ഇവിടെയൊക്കെ നിറയെ ഇവിടെ ഇങ്ങനെ തറ കെട്ടി ഇവിടെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും പുല്ലൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇവരെല്ലാവരും റെഡി ആയി നിൽക്കണം. അപ്പം ഞങ്ങൾ വരുമ്പോഴാണ് ഇവർ ഇങ്ങോട്ടൊക്കെ കിടക്കുള്ളൂ. അപ്പോൾ പുറത്തൊക്കെ അല്ലേ, ശരിയല്ലേ? അപ്പോൾ അത് കാരണം ഇവരും ഞങ്ങളുടെ ഒപ്പം വന്നേക്കാണ്. വേണ്ട, ഞങ്ങൾ ആ മേളിലൊക്കെ ഇരിക്കുമായിരുന്നു. അന്നൊന്നും അധികം ഇരുന്നിട്ടില്ല മേളിൽ. ഇപ്പം ഇവിടെയൊക്കെ കയറിയിരിക്കാന്ന് തോന്നണം. അപ്പുറത്ത് കൊച്ചാപ്പാടെ വീടാണ് കേട്ടോ. കൊച്ചാപ്പാടെ തറവാടൊക്കെ പൊളിച്ച് ഇപ്പോൾ വേറെ വീടൊക്കെ പണിത് അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഈ ഇറത്താണ് ഇവിടെ കസേര ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വാപ്പിച്ചിരിക്കാറുള്ള ഇവിടെ ആയിരുന്നു എപ്പോഴും. അപ്പോൾ ഇതിലെങ്ങനെ പോകുമ്പോൾ വാപ്പിച്ചിട്ടിരിക്കണ ഓർമ്മകളൊക്കെ അങ്ങനെ നല്ല രസമായിരുന്നു അന്ന് ഇവിടെ ഇരിക്കാനൊക്കെ. നല്ല തണുപ്പും ഇതൊക്കെയാണ് ഇവിടെ. അപ്പോൾ വാപ്പിച്ചിരിക്കാറുള്ള സ്ഥലവും ഇതൊക്കെ. ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ട് ഇപ്പോൾ ഒരു എത്ര വർഷമായി, 4-5 വർഷമായിട്ടാണ് ഈ വീട്ടിൽ നിന്ന് മാറി. അപ്പുറം പുതിയ വീട് വെച്ച് അങ്ങോട്ട് താമസം. ഞാൻ ആ വീടാണിത് ബാക്കിൽ കാണുന്നത്. ആദ്യം ഭായിമാരൊക്കെ അവരൊക്കെ പണിക്കാരൊക്കെ ഇങ്ങനെ വാടകയ്ക്ക് താമസിക്കണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെറുതെ പൂട്ടിയിട്ടേക്ക് ആരുമില്ല. കിണറ്റിലെ വെള്ളം ഇനി കാണിച്ച ഫോൺ താഴെ വീഴും. ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയാണ് അതിലങ്ങനെ. ഇവിടെ ഒരു കനാലുണ്ട്.
കനാലിൽ കൂടി ആദ്യം വെള്ളമൊക്കെ വരുമായിരുന്നു കേട്ടോ. ഇപ്പം ഇവിടെയൊക്കെ ആകെ വീടുകളായി, ഒക്കെ കാട് പിടിച്ച്. പിന്നെ അതേ ആ വട്ട കാണാനുള്ളേ ഇവിടെ അവിടെ കശുമാവൊക്കെ ഉണ്ടായിട്ടാ. അപ്പം എൻ്റെയൊക്കെ ചെറുതിലേ വന്നിട്ട് അവിടെ നിന്ന് കശുവണ്ടിയൊക്കെ ഞങ്ങൾ പൊട്ടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും അവിടെ കശുമാവ് ഉണ്ടോ കൂടി ഇല്ല അല്ലേ? ഇപ്പം അവിടെ നിറയെ വട്ടയൊക്കെ കയറി നിൽക്കാം. സ്ഥലം ഇപ്പോഴും അങ്ങനെ തന്നെ അവിടെ കിടപ്പുണ്ട് കേട്ടോ. കശുമാവൊക്കെ പോയി. അതെ ഇവിടെയൊക്കെ കാട് പിടിച്ചിരിക്കുന്നു. കനാലിൽ വെള്ളമുണ്ടല്ലോ അല്ലേ? അയ്യോ, മുൻപ് ഇത് കനാലിൽ നല്ലോണം വെള്ളമൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. ഇതിപ്പോൾ കാണുന്നത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഫ്ലാറ്റാണ് കേട്ടോ. ഇത് എവിടെ നിന്നിട്ടുണ്ടെങ്കിലും കാണാൻ പറ്റും. നല്ല ഉയരത്തിൽ ആ മലയുടെ പൊക്കത്താണ് അതിരിക്കണത് കേട്ടോ. അപ്പോൾ അത് ഈ കനാലിൻ്റെ അരികത്തുകൂടി നമുക്ക് അതിലൊക്കെ ഇറങ്ങി പോകാൻ പറ്റും. പിന്നെ താഴെ കൂടിയും റോഡുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരെ കൂടി നല്ല രസമാണ് ചുറ്റും പച്ചപ്പും ഇതൊക്കെ കാണാനായിട്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പട്ടീനെ പേടിയായിട്ട് എന്നെ വിളിച്ചിട്ട് പോണ 3 പേര് ഭയങ്കര ധൈര്യവാനാണ്. പട്ടി ഒന്ന് കുരച്ച അവർക്ക് നേരെ അതേ തോട്ടിൽ കിടക്കും. നിനക്ക് പേടിയില്ലേ? അതാണ് എൻ്റെ ഒപ്പം തന്നെ പിടിച്ചു കിടക്കണ എന്നെ. പിന്നെ നമ്മൾ നേരത്തെ താഴെ കണ്ട ആ കനാലാണിത്. ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ, ആളുകളുടെ അരികത്ത് താമസിക്കുന്ന. ഇവിടെയൊക്കെ വീടുണ്ടായിരുന്നു കേട്ടോ മുൻപ് ഈ അരികത്തൊക്കെ. അപ്പം അതൊക്കെ പോയിരുന്നു. എനിക്ക് ഈ ഇതിലേക്ക് പോകണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് ഇരുന്ന എങ്ങനെയാ അതേപോലെ തന്നെയാണ് ഇപ്പോഴും ആ വഴികളും ഇതൊക്കെ. വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇവിടെ പിന്നെ കോൺഫിഡൻറ്റിൻ്റെ ഒരു ഫ്ലാറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് വില്ലാസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ആ വഴിയിലൂടെ അങ്ങോട്ട്. പിന്നെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ വെറുതെ കിടക്കേണ്ട ഓരോ ആളുകളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ടിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് KME എഞ്ചിനീയറിംഗ് കോളേജും ക്യാമ്പസ് ഇതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇത് ഈ വഴിയിലൂടെ ഇനിയിപ്പം നമ്മളങ്ങോട്ട് പോവുകയാണ്, കറങ്ങി പോവുകയാണ്. താഴെ റോഡൊക്കെ വാഹനങ്ങളൊക്കെ പോണ ഇടപ്പള്ളി പുക്കാട്ടുപടി റോഡാണ്. അത് തൊട്ട് താഴെ ഉണ്ട് കേട്ടോ. അപ്പം ഇതിൽ നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്കിതിലെ പോകാം. അയ്യോ ഇവിടെ നല്ല ആഴമുണ്ട് കേട്ടോ. കൊക്ക പോലെ ഇവിടെ മണ്ണെടുത്ത് നോക്കിക്കോട്ടെ. ഇവിടെ നീ പറയണ കേട്ടോട്ടാ, നല്ല ആഴമുണ്ട്. അനങ്ങാതിരിക്കണ. ഇപ്പൊ നല്ല വെയിലുണ്ടെങ്കിലും പക്ഷെ നല്ല കാറ്റും ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ വൈകിട്ടൊക്കെ ആകുമ്പോൾ ഇതുവഴി പോകാൻ കൂടുതൽ നല്ല രസമായിരിക്കും. ഇവിടെ ഇങ്ങനെ ഈ പച്ച ഇതൊക്കെ നിൽക്കണ കാണുമ്പോൾ വഴി ഈ വീതിയിലൂടെ പോകാൻ ഭയങ്കര രസം തോന്നിയിട്ടോ എനിക്ക്. പക്ഷെ ഇപ്പോഴും നടക്കണ ഇതിൽ 2 വീലറൊക്കെ പോകണ്ടെന്ന് തോന്നണം. അതിൻ്റെതായ ഒരു ഇതൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ അന്ന് ഇവിടെ മണ്ണെടുത്തിട്ടുണ്ടായില്ല. ഇത് വലിയൊരു മൊട്ട കുന്ന് പോലെയായിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ നേരെ താഴത്തേക്ക് റോഡിലേക്ക് എടുക്കാം. അവിടെ ബസ് പോണ റോഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പുറത്ത് വെയിൽ കാരണം ിന്റെ അടിയിൽ കൂടിയൊക്കെ നീന്തി അപ്പുറത്തേക്ക് കിടക്കും. ആ ഇതിലൊക്കെ നിറയെ ഇങ്ങനെ പച്ച കളർ വെള്ളം ഇരിക്കും. അത് ഏത് അതിന്റെ ഉള്ളില് ഞാൻ ടൈറ്റായി പോകും. പിന്നെ ഒന്ന് പോടാടുന്നു. നല്ല വെയില്. ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഞങ്ങള്. ഇവിടെ വന്ന അതിലെ പോയിട്ട് അവിടെ എത്തിയ പിന്നെ അതിലെ അങ്ങോട്ട് ആ റോട്ടിലേക്ക് എടുക്കാൻ പറ്റുമോ? ഇതിലെ തന്നെ തിരിച്ചു തന്നെയോ? ഓ അന്നാ വേണ്ട. എന്തോരം പോണം പിന്നെ. ഒന്നുമില്ല. അന്നൊക്കെ എന്ന് വെച്ചാൽ എപ്പോഴും ആഴ്ചയിൽ 3-4 ദിവസം വെള്ളം വരും. എപ്പോഴും ക്ലീൻ ചെയ്യുകയും ഇതൊക്കെ ചെയ്യും. പക്ഷെ ഇന്നിപ്പോൾ ആർക്കാ ഇവിടെ വന്ന് കുളിക്കാനൊക്കെ സമയം, ഇതൊക്കെ അലക്കാനും ഇതൊക്കെ സമയം. മുള്ളമ്പുഴ പണ്ട് മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ മദ്രസയുടെ വേലിയുടെ അരിത്തുണ്ടായി. ഇന്ന് ആ KMG ഓഡിറ്റോറിയത്തിൻ്റെ അവിടെയുള്ള ഞങ്ങൾ ഇൻ്റർവെല്ലിനൊക്കെ ഇത് പറിക്കാൻ പോക്കാണ് ജോലി. അത് കറുത്ത കളറായത് ആണ് പഴുത്തത് കേട്ടോ. നോക്കട്ടേടാ. ആ അതേനതെ കണ്ടാ. ഇത് ചൊനച്ചത് തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചു നോക്കിയേ. ആ അന്ന് ഇതൊക്കെ തിന്നാൻ ഭയങ്കര ടേസ്റ്റാ. കാരണം അന്ന് വലിയ പഴങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഇന്ന് ഇവര് പറയണ ഇത് എന്ത് ടേസ്റ്റാന്ന് കഴിക്കണേ. നല്ല ഭംഗിയല്ലേ ഇവിടെയൊക്കെ കാണാനായിട്ട്. കാടും ആരുടെ
അത് അപ്പുറ സൈഡിലാണ് ജോയ് മാത്യുവിൻ്റെ പഴയ ക്ലബ്ബ് ഉണ്ടായിരുന്നത്. അത് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബിൽഡിംഗ് ആണ് അത്. നമ്മൾ ആ സൈഡ് വരികയാണെങ്കിൽ നേരെ കാണാൻ തോന്നുന്നു. നമ്മളിപ്പോ ഈ കനാലിന്റെ അരികത്തൂടിയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നേക്കണത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലങ്ങൾ, അവിടെ പരിസരമൊക്കെ കാണിച്ചു തരാമെന്ന് ഓർത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ മുൻപൊക്കെ നമ്മൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതി ഓർത്ത് അന്നത്തെ പോലെ തന്നെ അതെ കനാലും കാര്യങ്ങളും വെയിലാണിപ്പോൾ, അത് കാരണം അങ്ങോട്ട് ഒന്നും നോക്കാൻ പറ്റണില്ല. അപ്പോൾ അതെ പിള്ളേരൊക്കെ അതെ അവിടെ അതിലാണ് നടന്നുകൊണ്ടിരിക്കേണ്ട. നല്ല രസമാണ്. ഇതിൻ്റെ അപ്പുറത്ത് കേമിയ കോളേജാണ് ഇതേ അവിടെ കാണുന്നത്. അപ്പോൾ ഇതുവഴിയൊക്കെ മുൻപൊക്കെ ഇങ്ങനെ നമ്മളിതിലേക്ക് പോന്നിട്ടൊക്കെ ഉണ്ട്. ഞങ്ങളുടെ പാടമൊക്കെ ഉണ്ടായിരുന്നിട്ട് ഇതിൻ്റെ അപ്പുറത്ത്. അപ്പോൾ പാടത്തൊക്കെ ഞങ്ങൾ പോണ ഷോർട്ട് കട്ടാണ് പോണ ഇതിലാണ്. ഇതിൽ പോയി നേരെ ആ റോട്ടിൽ ചെന്നിറങ്ങാം. അവിടെ അതിൻ്റെ താഴത്ത് ഞങ്ങളുടെ പാടവും കൃഷി ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ആ വഴി തന്നെ ഇപ്പോൾ കേമിയ വന്നിട്ടുള്ളൂ, വേറെ ഇവിടെ ബിൽഡിങ്ങുകൾ അങ്ങനെയൊന്നും വന്നിട്ടില്ല. കേമിയ അങ്ങ് ദൂരെയാണ്. പിന്നെ കനാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ ഇപ്പോഴും. അവനാ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതേ എടാ സ്റ്റേ കമ്പി. അങ്ങനെ ദേ ഇപ്പോൾ ഞങ്ങൾ KME എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്ത് വന്നേക്കാം കേട്ടോ. അപ്പോൾ അവിടെ അതേ മരത്തിൽ കയറ് കെട്ടിയിട്ടുണ്ട്. പിള്ളേർ ഇവിടെ തൂങ്ങി ആടാൻ വേണ്ടി കെട്ടിയേക്കുന്നതായിരിക്കും കേട്ടോ. ഇവിടെ വണ്ടികൾ അവരുടെ 2 വീലർ ഇതൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു ഷെഡാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ ദേ അവിടെ നിന്ന് ഫോട്ടോയും ഇതൊക്കെ എടുക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അങ്ങോട്ട് നീങ്ങിയിട്ടാണ് ഇപ്പോൾ ദാ അവിടെ കാണുന്നത് ക്യാൻറ്റീനാണ് കേട്ടോ. അപ്പുറ സൈഡിൽ ക്യാൻറ്റീനുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ് പിന്നെ കോളേജ് ക്യാമ്പസും ഇതൊക്കെ ഉള്ളത് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ക്യാമ്പസും ഇതിൻ്റെ പരിസരമൊക്കെ കാണാനായിട്ട്. ഇവിടെ നിരവധി ഷൂട്ടിങ്ങുകളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സിനിമ ഷൂട്ടിങ്ങും ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ കോളേജ് അവധിയല്ലേ, പക്ഷെ പിള്ളേരൊക്കെ ഹോസ്റ്റലിലുണ്ടെന്ന് തോന്നുന്നു. അവിടെ ആരൊക്കെ വന്നിരിപ്പുണ്ടല്ലോ. പിള്ളേർ വന്ന് ഫോൺ മേടിച്ചു. അപ്പുറത്തെ കനാലിന്റെ അപ്പുറം സൈഡോട് ചാടാൻ ഇവിടെ ആമ്പിള്ളേര് ഫാത്തിമ കിടക്കൂല. നീ എങ്ങനെ കയറി അങ്ങോട്ട് വരുന്നത്? നോക്കാം. താഴെ ഇറങ്ങാ ഉണ്ണി. കൊരങ്ങനാണ്. കോളേജ് ക്യാൻറ്റീൻ ഇതുവഴി ആ കാണുന്നതാണ് ക്യാൻറ്റീൻ അല്ലേ? ക്യാൻറ്റീൻ KME സ്കൂള് അതാണ്. അപ്പം ഞങ്ങളിപ്പോൾ അതിൻ്റെയൊക്കെ ബാക്ക് വശത്ത് വന്നേക്കണതാണ്. എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ എൻട്രൻസ് അവിടെയാണ്, താഴെയാണ്. ഇവൻ ഷോ കാണിക്കാൻ വേണ്ടി ചാടാൻ പോയതാണ്, പക്ഷേ ഫ്ലോപ്പായി പോയിട്ടാ. ഇൻസ്റ്റയിലിടാൻ വേണ്ടി ഇതേ അവരെ കൊണ്ട് വീഡിയോ ചെയ്യിച്ചതാണ്. അവനെല്ലാവരെയും കളിയാക്കാം, അവനെ കളിയാക്കാൻ പാടില്ല ആർക്കും. മറ്റേ പാട്ട് തരണം. ആ 1 കൊറേ മില്യൺ അടിച്ചില്ലേ? കശുമാവ്. ഇത് കോഴിക്കൂടാണെന്ന് ഓർത്ത, പക്ഷെ അതിൽ നിറയെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടേക്കണം. കശുമാവ്. ഇവിടെയൊക്കെ നേരത്തെ കശുമാവ് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം, പണ്ട്. ഉണ്ടാകും താമസം. അവിടെ നേരത്തെ TV വെച്ചേക്കണ സൗണ്ട് കിട്ടുമായിരുന്നു. ഇവർക്ക് കുറച്ച് സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് പിള്ളേരെ അവിടെ ഓടി കളിക്കുകയും ഇതൊക്കെ ചെയ്ത് ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇപ്പോഴും ദേ നല്ല വെയിലായി. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് തണൽ കഴിഞ്ഞാൽ പിന്നെ നല്ല വെയിലാണ് അങ്ങോട്ട്. അപ്പോൾ അവർ ദേ ധൃതിക്ക് അങ്ങോട്ട് മുൻപ് പോയി കേട്ടോ. അപ്പം ഞാൻ വീഡിയോ ചെയ്ത് ഇങ്ങനെ പുറകോട്ടായി നടക്കുകയാണ്, ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. കാണുന്നത് റോഡാണ് കേട്ടോ. അപ്പുറം പാടമുണ്ട്.
പാടത്തിൻ്റെ ഒക്കെ അക്കരയായിരുന്നു ഉമ്മയുടെ വീട് കേട്ടോ. അപ്പോൾ ആ പാടത്തൂടി ഉമ്മയുടെ കൂടെയൊക്കെ അക്കരക്ക് പോകുമായിരുന്നു ആ വരമ്പത്തിൻ്റെ. അപ്പോൾ അതൊക്കെ നല്ല ഓർമ്മകളാണ് അതൊക്കെ ഇന്ന് ഓർക്കുമ്പോൾ. പാടം കൃഷിയൊന്നും ചെയ്യണില്ല, അതേപോലെ തന്നെ കിടപ്പുണ്ട്. അതേ വാഹനങ്ങളൊക്കെ റോഡ് പോകുന്നുണ്ട്. ഇത് ഇടപ്പള്ളി ബുക്കാട്ടുപടി റോഡാണ് ഇത്. അപ്പോൾ അതേ അവിടെ നിന്ന് ഒരു ഇല്ലിയുടെ ചുവട് പറിച്ചതാണ്. ഇവിടെ പണ്ടും ഇങ്ങനെ ഇല്ലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഉണ്ണി അവിടെ വെട്ടിയിട്ട് ഇത് മുളച്ചു വന്നത് പറിച്ചത് ചട്ടിയിൽ കുഴിച്ചിട്ട് നോക്കണം. ബട്ടർഫ്ലൈ 2 എണ്ണം പറക്കണണ്ട മഞ്ഞ കളർ. പണ്ടും ഇവിടെ ഇങ്ങനെ ഇത് കാണുമായിരുന്നു കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷേ ക്ഷീണിച്ചവിടെ ഇരിക്കണം. വഴുന്നേരത്ത് വെയിൽ കൊണ്ടുവരാൻ മുഖം കണ്ടറിയാം. കടന്നു പോ ജയിലിൽ നിന്ന് ഓരോരുത്തരും ഓരോ തുറന്നുവിടുന്ന. മുൻപ് പോ, ഞങ്ങള് പുറകാരാം. അപ്പൊ അതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരിത് പോണണ്ട അല്ലോ. ഇപ്പൊ കമ്പി മേട്ടിടിച്ചേനെ. ഇപ്പൊ കുറേ നടന്നു. ഇപ്പോൾ 1 കിലോമീറ്ററൊക്കെ കഴിഞ്ഞിപ്പോൾ പോയിട്ടുണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ ഉച്ച സമയത്തുള്ള. ഇപ്പോൾ 12 മണി ആവാറായിട്ടുണ്ട്. ഇപ്പം തന്നെ വാങ്ങി വിളിക്കും. അതുകൊണ്ടൊന്ന് കണ്ട അറിയാലോ എല്ലാവരുടെയും മുഖം ചുമന്നതല്ല ഇതായിപ്പുണ്ട്. ഇപ്പോൾ അതെ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകട്ടോ വഴിയുണ്ട്. പക്ഷേ ഇനി വെയിലാണ്, അങ്ങോട്ടും പോകാൻ പറ്റില്ല. അവരെല്ലാവരും വെയിൽ കാരണം വേഗം അങ്ങോട്ട് ഓടിപ്പോയി. ഞാനവിടെ പിന്നെ കണ്ടിട്ടുള്ളവരൊക്കെ ആയിട്ട് സംസാരിച്ച് നിന്ന് അപ്പോൾ വൈകി പോയിട്ടാ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ, വീട്ടിൽ വെക്കേഷൻ പോയ വിശേഷങ്ങൾ ഇതൊക്കെയുണ്ട്. ഇനിയിപ്പോൾ അവർ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ഇത് ഞാനിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണ്ട. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും പുതിയതായിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ ബൈ, താങ്ക് യു.